രാവിലെ തന്നെ നമ്മൾ ഫുള്ള് സെറ്റായിട്ടുണ്ട് ഗൈസ്. നമ്മൾ വണ്ടിയിൽ സാധനങ്ങൾ മൊത്തം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നേരെ മൂന്നാറാണ് പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മാരിയോയുടെ ബ്രദറിൻ്റെ റൂമിലാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ സംസാരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് വീഡിയോയിൽ ബാക്കിൽ പോയി നിൽക്കുന്നത്? വേറെ ഒന്നുമല്ല, ഇത് മാരിയോ ഷൂട്ട് ചെയ്ത പുള്ളിക്കാരൻ്റെ വ്ളോഗിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത ഫുട്ടേജാണ്. അപ്പം അത് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. മാരിയോ വ്ളോഗ് ചെയ്തൊരു ഫുട്ടേജ് ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മളപ്പോൾ കോഴിക്കോട് നിന്ന് ഇന്നലെ ഇറങ്ങിയിട്ട് ഇന്നലെ ഫുൾ ട്രാവൽ. ഇന്ന് രാവിലെ ഒരു 10 മണിയായപ്പോൾ നമ്മൾ ഇടുക്കിക്ക് ട്രാവൽ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇനി ഒരു 10-50 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇടുക്കിക്ക് നമ്മൾ ഇടയ്ക്ക് വെച്ച് ചായ കുടിക്കാനുണ്ട്. നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ടു ട്രാവൽ തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ വന്നത് ഓലയുടെ S1 Pro Gen 1-ലാണ്. ഇനി അപ്പോൾ ബാക്ക് ടു റൈഡ് നമുക്ക് പോകുന്ന വഴിക്ക് എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇടുക്കിക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചാർജിങ് കൂടെ ചെയ്യണം. അത് നമ്മളിവിടെ ഉടുമ്പന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു ചാർജിങ് പോയിൻ്റ് കിട്ടി. അവിടെ നമ്മൾ വണ്ടി ചാർജ് ചെയ്യാനിട്ട് എന്നിട്ട് തൊട്ടടുത്തുള്ള ടൗണിലോട്ട് ചെറിയ ജംഗ്ഷനിലോട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോഴത്തേനും വണ്ടി കുറച്ചൊക്കെ ചാർജ് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചാർജിൽ ഏകദേശം ഇവിടെ നിന്ന് ഇനി ഒരു 30 കിലോമീറ്ററും കൂടെ ഉണ്ട് നമുക്ക് ഇടുക്കി ടൗൺഷിപ്പ് ഏരിയയിലോട്ട്. അവിടെയാണ് ഇനി അടുത്ത ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. ഇല്ലെങ്കിൽ പിന്നുള്ളത് അടിമാലി സൈഡിലാണ്. നമുക്ക് കഴിക്കാൻ കയറിയതും ഒരു വിൻറ്റേജ് സ്റ്റൈല് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന, അതായത് പഴയ ടൈപ്പ് ചായക്കട എന്നൊക്കെ പറയുന്ന പഴയ ചായക്കട രീതിയിലുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ കയറിയത്. ഉടുമ്പന്നൂർ തന്നെയുള്ള നല്ല അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. മാരിയോ ചോറും ഞാൻ പൊറോട്ടയും മുട്ടക്കറിയും. ബാക്കി ഒരു പ്രശ്നമില്ല, നല്ല കീടില്ല. അവിടെ നമ്മൾ നേരെ തിരിച്ച് വന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ഇപ്പോൾ നമ്മൾ ഇടുക്കിയിൽ എത്തുന്നതിന് കുറച്ചുണ്ട്, ഏകദേശം ഒരു 10-20 കിലോമീറ്റർ മാറി നമ്മൾ വണ്ടി ഒന്ന് ചാർജ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് അവിടം വരെ എത്താനുള്ള വണ്ടിയിൽ ചാർജ് ഇട്ടതാണ്. അപ്പോൾ വേറെ ചാർജിങ് സ്റ്റേഷൻ വരെ എത്തണമെങ്കിൽ കുറച്ച് ചാർജ് വേണം. അപ്പം നമ്മളെന്ത് ചെയ്യുക, വണ്ടി ഇവിടെ KCBയുടെ ചാർജിങ് പോർട്ട് ഇവിടെ അടുത്തായിട്ടുണ്ട്. അതിൽ നേച്ചിന് വണ്ടി കുത്തിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ അകത്ത് നമ്മൾ ട്രിപ്പ് പോകുന്നത് ഓലയുടെ ഫസ്റ്റ് ജെൻ S1 Pro കിട്ടും. പിന്നെ ബഡ്ജറ്റ് ഏകദേശം 1000 രൂപ. അപ്പോൾ ഗൈസ് ഫസ്റ്റ് പണി കിട്ടി. ചാർജിങ് സ്റ്റേഷൻ്റെ കറണ്ട് പോകും. നമ്മളേതായാലും നമ്മുടെ ഇവിടുത്തെ ചാർജിങ് സ്റ്റേഷൻ്റെ കറണ്ട് പോയത് കാരണം നമ്മൾ ഇവിടുന്ന് പയ്യെ ഒരു ചെറിയ റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഏകദേശം ഒരു 37 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇനി ഇടുക്കി ടൗൺഷിപ്പിലോട്ട്. പക്ഷേ നമ്മുടെ വണ്ടിക്കകത്ത് 57 കിലോമീറ്റർ പോകാനുള്ള ചാർജ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ടെറൈൻ വ്യത്യാസം ഉള്ളത് കാരണം നമുക്കറിയില്ല എന്താ പറ്റുകയെന്നൊന്നും, നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലയെന്ന്. പക്ഷെ നമ്മളൊരു റിസ്ക് എടുത്ത് ഒരു ചാൻസ് ട്രൈ ചെയ്ത് നോക്കുകയാണ്, എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പണി കിട്ടി. വേറെ ഒന്നുമല്ല, നമുക്ക് വണ്ടിയുടെ ബാറ്ററി ഹീറ്റായിട്ട് നമ്മൾ ഏകദേശം വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. നമ്മൾ ഈ കുത്തനെയുള്ള കയറ്റായതുകൊണ്ട് തന്നെ നല്ല പോലെ വണ്ടി ഹീറ്റാകുന്നുണ്ട്. ഇതുണ്ടോ ഈ സ്ഥലമൊക്കെ ഫുള്ള് മലയും കാര്യങ്ങളും വെള്ളച്ചാട്ടവും നല്ല രസമുണ്ട് കാണാൻ, നമ്മൾ വന്ന് നിർത്തിയ സ്ഥലം. ബട്ട് വണ്ടി ഇപ്പോൾ ഹീറ്റായി. അതുപോലെ നമുക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കയറ്റത്തൊന്നും, ഇങ്ങനത്തെ കയറ്റാണെങ്കിൽ നമുക്ക് അവിടം വരെ എത്താൻ പറ്റില്ല. നമ്മുടെ ചാർജ് നല്ലപോലെ കുറയുന്നുണ്ട്. നമുക്ക് ഹൈപ്പറിലിട്ടേ കയറാൻ പറ്റുന്നുള്ളൂ വണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ തീരുമാനിച്ചേക്കുന്നത് തിരിച്ച് നമ്മുടെ ചാർജിങ് ആദ്യം ചെയ്തെടുത്ത് തന്നെ ബാക്ക് പോയി ഫുൾ ചാർജ് ആക്കിയിട്ട് രാത്രിയിൽ നമ്മൾ ട്രാവൽ ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ഐഡിയ. വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല ഇപ്പോൾ നമുക്ക് ചാർജ് ഇല്ലാത്തത് കാരണം. അപ്പോൾ നമ്മൾ തിരിച്ച് കുറച്ച് മുമ്പേ ചാർജ് ചെയ്ത സെയിം പ്ലേസിലെത്തി. കാരണം നമ്മുടെ വണ്ടി നമ്മൾ ആ കയറ്റം കയറി ഈ കേസല്ലല്ലോ, അവിടെ നിന്ന്
വണ്ടി നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ച ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം ഓഫ്ലൈനാണ്. ഇവിടെ ഇടുക്കി ജില്ലയിൽ ഓൾമോസ്റ്റ് പാതിയോളം ചാർജിങ് സ്റ്റേഷൻസ് ഓഫ്ലൈനാണ്. നമ്മളിവിടുന്ന് പോകാൻ കാര്യം എന്ന് വെച്ചാൽ ചാർജ് ഫുൾ ആവാതെ ഇവിടുത്തെ കറണ്ട് പോയി കാരണം നമുക്ക് പിന്നെ ചാർജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ച് കുറച്ച് ദൂരം ഉള്ളായിരുന്നു, നമുക്ക് അതിനുള്ള ചാർജ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയതായിരുന്നു. ബട്ട് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും കയറ്റമായതുകൊണ്ട് പിന്നെ ചാർജിങ് സ്റ്റേഷൻസ് ഇല്ലാത്തത് നമുക്ക് ഇവിടെ തന്നെ തിരിച്ചു വന്ന് നമ്മളിനി ചാർജ് ആക്കിയിട്ട് നൈറ്റ് നമ്മൾ പോകുന്നുള്ളൂ. ഡയറക്റ്റ് മൂന്നാർ സൈഡിലോട്ട് പോകാനുള്ള പ്ലാനിലെയാണ്. നോക്കാം എന്താ പഴയതുപോലെ ഓരോ വണ്ടികളായിട്ട് നമുക്ക് കാണിച്ചാൽ ഏതോ മണിക്കല്ല പൂത്തുവോ സ്വർണ്ണമല്ലിപ്പൂകുടോ. അറൗണ്ട് 8 മണിയായി രാത്രി. നമ്മൾ പയ്യെ ഇവിടുന്ന് വണ്ടി ഇപ്പോഴാണ് ചാർജായത്. നമ്മളിപ്പോൾ പയ്യെ ഇവിടുന്ന് പാക്ക് ചെയ്യാൻ തുടങ്ങുക. ഇനി നമ്മൾ നേരെ എനിക്ക് തോന്നുന്നു അടിമാലി സ്ഥലത്തോട്ടാണ് തോന്നുന്നത്. എനിക്ക് പ്രോപ്പർ പ്ലാൻ അറിഞ്ഞത്, പക്ഷേ നമ്മളങ്ങനെ പോവുകയാണ്. നമ്മൾ കിടക്കാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ടൈപ്പ് ബെഡാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോരോ സാധനങ്ങളായിട്ട് നമ്മുടെ വണ്ടി ഏകദേശം ചാർജ് കാര്യങ്ങളൊക്കെ റെഡിയായി. ഇതാണ് ബ്രോയുടെ വ്ളോഗിങ് സെറ്റപ്പ്. നമ്മളവിടുന്ന് കുറച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേനും പണ്ട് ജഗതിച്ചേട്ടൻ പറഞ്ഞ പോലെ ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ എന്ന് പറയുന്ന പോലെ ഫുള്ളായിട്ട് നമുക്ക് വേറെ വണ്ടി കാര്യങ്ങളൊന്നുമില്ല. ഫുൾ നല്ല വലിയ കാട് കാര്യങ്ങൾ മാത്രം നമുക്ക് കാണാനുള്ളൂ. നമുക്ക് ചെറിയൊരു പേടി കാര്യങ്ങളുണ്ടായിരുന്നു, എന്തെങ്കിലും മൃഗങ്ങൾ വരുമെന്ന്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നമ്മൾ സേഫായിട്ട് തന്നെ എത്തി. നമുക്ക് ചെറിയൊരു പണി കിട്ടി. വണ്ടി കയറ്റത്ത് വെച്ച് ചൂടായി പിന്നെ ഓഫായി. നമ്മുടെ വണ്ടി ഒരു കുത്തുകയറ്റത്ത് വെച്ച് ഹൈപ്പർ ഇട്ട് കയറാൻ മാത്രം പറ്റുന്ന സ്ഥലമായിരുന്നു. അവിടെ നമ്മൾ ഹൈപ്പർ ഇട്ട് കയറിയപ്പോഴത്തേനും വണ്ടിയുടെ മോട്ടോർ പെട്ടെന്ന് ഹീറ്റായിട്ട് നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു 10 കിലോമീറ്ററിൽ തന്നെ കുത്തുകയറ്റായിട്ട് നമ്മുടെ വണ്ടി ഏകദേശം 3ാമത്തെ വട്ടം ഇവിടെ ഹീറ്റായി. അപ്പോൾ ഗൈസ് നമ്മുടെ 5ാമത്തെ ഹീറ്റായി നമ്മൾ പിന്നെയും ഒരു ബസ് സ്റ്റോപ്പ് പോലത്തെ ഏതോ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. നമുക്കിനി ഏകദേശം ഒരു 20 കിലോമീറ്ററിനടുത്ത് പോകാണ്ട്. നമുക്ക് ചാർജ് കിട്ടുമോ ഇല്ലയോ എന്ന് ഒരു ഐഡിയ ഇല്ല. രാത്രിയിൽ ഏതോ കാട് പ്രദേശത്ത് വന്നിട്ടാണ് നമ്മുടെ ചാർജ്. നമ്മളിപ്പോൾ തൽക്കാലം സൈഡാക്കി ഇരിക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. വണ്ടി അവിടെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഹായ്. അപ്പോൾ വണ്ടി പിന്നെ ചൂടിനുള്ള ഇത് കാണിച്ചതുകൊണ്ട് നമ്മൾ നേരത്തെ നിർത്തി. ഹീറ്റായിട്ടില്ല വണ്ടി. നമ്മൾ അത് നേരത്തെ നിർത്തി, വെറുതെ വണ്ടി ഓവർ ഹീറ്റാക്കണ്ടെന്ന് വിചാരിച്ചു. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇവിടെ ഗൈസ് എങ്ങനെയൊക്കെയോ നമ്മൾ തപ്പിത്തെരഞ്ഞ് KCBയുടെ ചാർജിങ് പോയിന്റ് കണ്ടുപിടിച്ച്. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ ആണ് നമുക്കൊരു സമാധാനം വന്നത്. കാരണം നമ്മൾ എന്തോ ഒരു ഭാഗ്യത്തിനാണ് നമ്മളിവിടം വരെ എത്തിയത്. സത്യം പറഞ്ഞാൽ നമ്മളിവിടം വരെ വണ്ടി വരുമെന്നോ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ വണ്ടിക്ക് ഇത്ര റേഞ്ച് കിട്ടുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ വിചാരിച്ച വഴിയിൽ പെടും എന്നൊരു മൈൻഡിലാണ് നമ്മൾ വന്നത്. കാരണം ഒരു 10-15 വട്ടം നമ്മുടെ വണ്ടി കയറ്റത്ത് വെച്ച് ഹീറ്റായിട്ട് ഓവർ ഹീറ്റായിട്ട് വണ്ടി നമ്മൾ നിർത്തിയിടലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്ന്. ഏതായാലും ചേനച്ചോട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളിവിടെ വന്ന് ഏതായാലും ഒരു ചാർജിങ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ വണ്ടി ചാർജ് ചെയ്തിട്ട് നമുക്കിപ്പോൾ പ്ലാൻ എന്ന് വെച്ചാൽ ചാർജ് ചെയ്തിട്ട് പറ്റുന്ന പോലെ പോകാമെന്നാണ്. പക്ഷേ നമുക്ക് ഇത്രയും സ്ലോ ചാർജാണ് ഇവിടെ. സാധാരണ നോർമൽ ചാർജർ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോകാൻ പറ്റത്തുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഏതായാലും നമ്മൾ കുക്കിംഗ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ് ഞാനും മാരിയും. ലഗേജ് കാര്യങ്ങൾ ഇറക്കുന്നുണ്ട്. അവിടെ ഇതെന്താ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും ഇവിടെ. അതൊന്ന് ലഗേജ് പെട്ടെന്ന് ഇറക്കണം. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റുന്നുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ നല്ല മഴ പെയ്തു.
ബ്രോ അവിടെ വണ്ടി സേഫ് ആക്കുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ബ്രോ. ഞാനിവിടെ വെറുതെ ഓരോ വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ ബാത്റൂം ഉണ്ട്, പക്ഷേ ഇപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിഞ്ഞൂടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ആണെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ വണ്ടി പരമാവധി ചാർജ് ചെയ്തിട്ട് നമ്മൾ മൂന്നാർ പോകാനാണ് പ്ലാൻ. പക്ഷേ ഇങ്ങനെ മഴയാണെങ്കിൽ നമ്മുടെ പോക്ക് എന്താവുമെന്ന് ഞാനാലേക്ക് റെഡിയായി. അപ്പോൾ അത് പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു പണിയെടുക്കാതെ ഇവിടെ ഇങ്ങനെ സൈഡിൽ മാറി നിന്നിട്ട് ഇവിടെ ഇടുക്കി ഡാമിൻ്റെ ഒക്കെ പടം വരച്ച് വെച്ചിട്ടുണ്ട്, കാണിച്ചുതരാം. ഇടുക്കി ഡാം ഡാമിൻ്റെ പടം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് കിടക്കട്ട് ആ സ്റ്റാൻഡിൽ തന്നെ അവിടെ എത്തും. നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വൈകി കിടക്കാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ചാർജിങ് ഒക്കെ സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ അടിമാലിക്ക് പോകുന്ന ടൈമിൽ കാണാം. അപ്പോൾ പോയി.